തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനിടെ കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അട്ടിമറിയിൽ സംശയം പ്രകടിപ്പിച്ച ഇടതു നേതൃത്വം. ഘടകകക്ഷിയായ RJDയിൽ നിന്ന് UDFിലേക്കുള്ള വോട്ട് ചോർച്ച ഇടതു മുന്നണിക്കകത്ത് ഇതിനോടകം തന്നെ ചർച്ചയായി മാറിക്കഴിഞ്ഞു. നറുക്കെടുപ്പിലേക്ക് നീങ്ങേണ്ട ഘട്ടം, എന്നാൽ അതിനെ അപ്രതീക്ഷിതമായി ക്ലൈമാക്സിലേക്കാണ് RJD എത്തിച്ചത്. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ RJD അംഗം വോട്ട് മാറി ചെയ്തതോടെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന UDFിന്റെ കൈകളിലേക്കാണ് ഒടുവിൽ ഭരണം എത്തിച്ചേർന്നത്. വടകരയിൽ നിരന്തരം കോൺഗ്രസുമായി പോർവിളി നടത്തിയിരുന്ന CPMനും LDF നേതൃത്വത്തിനും കനത്ത ക്ഷീണമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. വോട്ട് മാറി ചെയ്ത RJD അംഗം രജനി തയ്യലിനോട് RJD ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. അബദ്ധത്തിൽ വോട്ട് മാറി ചെയ്തെന്ന വിശദീകരണമാണ് RJD അംഗം ഇപ്പോഴും നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. ജില്ലാ നേതൃത്വം കൈമാറിയ പ്രാഥമിക വിവരം സംസ്ഥാന നേതൃത്വം ഇടതുമുന്നണി നേതാക്കളെയും ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ മുന്നണി മാറ്റത്തിന്റെ സൂചനകളാണ് ഇതെന്ന രീതിയിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചാരണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ LDF നേതൃത്വം ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അട്ടിമറി സാധ്യതയും നേതൃത്വം പരിശോധിച്ചു വരുന്നു. RJD അംഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തും. UDF RMP ജനകീയ മുന്നണിക്ക് വോട്ട് പോയതടക്കമുള്ള കാര്യങ്ങൾ ജില്ലയിലെ CPM നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി യോഗത്തിൽ ശക്തമായ വിയോജിപ്പ് കോഴിക്കോട് നിന്നുള്ള CPM നേതാക്കൾ ഇടതുമുന്നണി കൺവീനറെ അറിയിക്കും. അതേസമയം പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതിനിടയാക്കിയ സംഭവത്തിൽ RJD സംസ്ഥാന നേതൃത്വം തുടരുന്ന മൗനം ചില സൂചനകൾ കൂടി തരുന്നതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കെ പി ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.